ഹായ്, ഇന്നൊരു പുതിയ സബ്ജക്റ്റ് തുടങ്ങുകയാണ്. സബ്ജക്റ്റിൻ്റെ പേര് ഫണ്ടമെൻ്റൽസ് ഓഫ് എ സി സിസ്റ്റം. സെമിസ്റ്റർ 3ലെ സബ്ജക്റ്റാണ്. ഈ ഫണ്ടമെൻ്റൽസ് ഓഫ് എ സി സിസ്റ്റം ഇതിനെ ഷോർട്ടാക്കിയിട്ട് FAC എന്ന് പറയാം. FAC ഇനി നിങ്ങൾ S4ലും S5ലെയും ഇപ്പോൾ S4ലെ DC മെഷീൻ ആയിക്കോട്ടെ, ഇൻഡക്ഷൻ മെഷീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിംഗിൾസ് മെഷീൻ ആയിക്കോട്ടെ, പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം സബ്ജക്റ്റ്, ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കോഴ്സാണിത്. ബേസിക് സബ്ജക്റ്റാണ് ഈ FAC എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ച S1ലും S2ലും പഠിച്ച ഫിസിക്സിലെ ചില ടോപ്പിക്കിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്കാണ് ഈ സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ഈ സബ്ജക്റ്റിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. സിലബസ് നിങ്ങൾക്ക് സിറ്റർ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ് കിട്ടുക, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ആദ്യം സിറ്ററിൻ്റെ സൈറ്റിലേക്ക് പോവുക. സിറ്റർ kerala.ac.in എന്നാണ് സൈറ്റിൻ്റെ അഡ്രസ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അസാപ്പിൻ്റെയും സിറ്ററിൻ്റെയും നേതൃത്വത്തിൽ ഓൺലൈൻ ക്ലാസ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക്, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ പോയി കിട്ടും. അപ്പോൾ നമ്മൾ സിലബസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അക്കാദമിക്കിൽ സിലബസ് എടുക്കുക. ഇതിൽ നമ്മളെ റിവിഷൻ 2015 ആണ്. 2015 എടുക്കുക. നമ്മൾ സ്ട്രീം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഫണ്ടമെൻ്റൽസ് ഓഫ് AC സിസ്റ്റം. ഇതിൽ നമുക്ക് 4 മൊഡ്യൂളുകളായിട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, ഒന്ന് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേഷനെ പറ്റിയിട്ടാണ്. എങ്ങനെ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാക്കാം, AC വോൾട്ടേജ് എങ്ങനെ ഉണ്ടാക്കാം. അതിന് കൂടാതെ പിന്നെ ഈ ഡിഫറെൻറ്റ് സർക്യൂട്ട്സിൽ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്തൊക്കെ എഫക്റ്റാണ് ഉണ്ടാക്കുക, എങ്ങനെയായിരിക്കും വേവ് ഫോം, അതിനെ പറ്റിയിട്ടാണ് പിന്നെ പഠിക്കുന്നത്. പിന്നെ സിംഗിൾ ഫേസ് കൂടാതെ നമ്മൾ 3 ഫേസ്, അതായത് പോളിഫേസ് സർക്യൂട്ടിനെ പറ്റി പഠിക്കും. പിന്നെ ആ പോളിഫേസ് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പോളിഫേസ് സർക്യൂട്ടിൻ്റെ പവർ മെഷർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷൻ കാണാം. ഈ കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഔട്ട്കം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നിങ്ങൾക്ക് സീരീസ് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ സെമിസ്റ്റർ എക്സാമിലെ ക്വസ്റ്റ്യൻസും വരിക. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിലെല്ലാം മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമ്മൾ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണാം. ഇത് ആക്ച്വലി ഇലക്ട്രോ ബൂം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ്. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിലെ വീഡിയോസൊക്കെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒരു നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Okay. Do you want to do magic? You can try this at home. No, really. I have a 1.5 volt battery. I have a white LED here that requires around 3 volts to turn on. So my battery can't turn it on. Now I put 3 of these LEDs in series, which means they need 9 volt to turn on. The battery can't do now. I have a regular... ഇതിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആളുടെ കയ്യിലുള്ളത് ഒരു 1.5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. പക്ഷേ ഒരു LED തന്നെ ഓൺ ആവണമെങ്കിൽ മിനിമം 3 വോൾട്ട് വേണം. 3 വോൾട്ടിൻ്റെ LED ആണത്. അത് 3 LED സീരീസ് ആയിട്ട് വെച്ചു. അപ്പോൾ 9 വോൾട്ടിൻ്റെ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ 3 LED ടേൺ ഓൺ ആവൂ. പക്ഷേ അയാളുടെ കയ്യിലുള്ളത് 1.5 വോൾട്ടിൻ്റെയാണ്. അപ്പോൾ ആ ഒരു 1.5 വോൾട്ട് വെച്ച് 9 വോൾട്ട് റിക്വയർമെൻ്റ് ഉള്ള LED സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത് എങ്ങനെ ഓൺ ചെയ്യും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. Transformer wall adapter not connected anywhere. You can use it as is, or you can tear it apart and pull one coil of winding out. Either way is fine.
Now the positive of the battery goes to the coil that goes to the positive of the LEDs and returns to the battery. The battery still can't do shit. But now, if I short across the LEDs with a piece of wire and let go, bam! I have 9-volt pulses across them and they turn on. And here I can replace the coil with the wall adapter, and doing the same thing, it's even brighter. Magic. I wonder if it can shock me. Here, instead of the LEDs, I put my fingers across the wire. അപ്പോൾ നേരത്തെ കാണിച്ചതിൽ വോൾട്ടേജ് സോഴ്സ് അപ്പോഴും 1.5 വോൾട്ട് തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു കോയിൽ വെച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കോയിൽ വെച്ച് സപ്ലൈ ഷോർട്ട് ചെയ്ത സമയത്ത് 9 വോൾട്ട് റിക്വയർമെൻ്റ് ഉള്ള LED ഓണായി. And short across my fingers. Ow. Yeah, I mean, I can feel it, so there are pulses of high voltage. There's a new way to get shocked. I've shown you before that neodymium magnets drop like a rock in air. But if you drop them through a roll of aluminum foil, they drop very slowly. Whee! But similarly, look. ഈ കേസിൽ ഈ ഫുഡൊക്കെ റാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിലിൻ്റെ ആ ഒരു റോളാണ്. ആ റോളിൻ്റെ ഉള്ളിലേക്ക് കൂടി ഒരു മാഗ്നറ്റ് ഇട്ട സമയത്ത് നോർമൽ ഗ്രാവിറ്റിയിൽ വീഴുന്നതിനെക്കാട്ടി കൂടുതൽ ടൈം എടുത്ത് സ്ലോ ആയിട്ടാണ് അത് വീഴുന്നത്. This frame is also made of aluminum, and my magnet has north and south on the surfaces, and if I put it on and let go, see, it goes down slowly. Magic! You can make a few turns of winding and connect an LED to its end and drop it on a wireless charger, and bam! Magic! You stick a battery on a magnet and short the battery using a piece of wire like this, and it starts turning. Magic! You connect 2 parallel reverse LEDs across a coil and pass a magnet through it, and ping pong, ping pong, ping pong, ping pong. Magic! Of course I joke, it's not magic, it's magic. Oh, okay. സോ അതായിരുന്നു വീഡിയോ. ഇപ്പോൾ ഇതിൽ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് കണ്ടു. എക്സ്പെരിമെൻറ്റ്സിനെ മാജിക് എന്ന് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ആൻസർ ഹോപ്പ്ഫുള്ളി നമ്മൾക്ക് ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് കോഴ്സിലേക്ക് കിടക്കാം. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് AC സിസ്റ്റം ആണ്. ഇതിൽ AC എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ നമുക്ക് ആൾട്ടർനേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്താണെന്നും ഈ ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പെൻഡുലം കാണിച്ചിട്ടുണ്ട്. ഈ പെൻഡുലം യൂണിഫോം മോഷനാണുള്ളത്. അതായത് ഇടതുവശത്തേക്ക് എത്ര ഹൈറ്റിൽ പോകുന്നോ അത്രയും ഹൈറ്റിൽ തന്നെയാണ് വലതുവശത്തേക്കും പോകുന്നത്. നമ്മൾ ഈ ഒരു പെൻഡുലത്തിന് എക്സാമ്പിൾ ആക്കി വെച്ചിട്ട് ഈ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണോ അല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഈ ഒരു പെൻഡുലം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിക്ക് ഒരു ആൾട്ടർനേറ്റിംഗ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മൾ ഇടതുവശത്തേക്ക്, അതായത് ഇങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റ് ഇതിനെ നെഗറ്റീവായിട്ടും ഇങ്ങോട്ടേക്ക് പോസിറ്റീവായിട്ടും കൺസിഡർ ചെയ്യുന്നു. ഇതിനൊരു ഹാർഡ് റിട്ടേൺ റൂളൊന്നുമില്ല, ഇത് നെഗറ്റീവ് എടുക്കണം ഇത് പോസിറ്റീവ് എടുക്കണമെന്ന്. പക്ഷേ നമ്മൾ ഈ കേസിൽ നമ്മളങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതിനെന്താ, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിന് ആൾട്ടർനേറ്റീവ് പോസിറ്റീവും നെഗറ്റീവും ഡയറക്ഷൻ ഉണ്ട്. നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇറ്റ് ഷുഡ് അണ്ടർഗോസ് എ ഡെഫിനിറ്റ് സീരീസ് ഓഫ് ചേഞ്ചസ് ഇൻ ഡെഫിനിറ്റ് ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ
ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ അതിന് ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത ടൈം ഇൻ്റർവെല്ലിലും അതേ ചേഞ്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകണം. ഈ കേസിൽ നമുക്ക് നോക്കാം, ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഇത് ഇടതുവശത്ത് നിന്ന്, അതായത് നെഗറ്റീവ് ഡയറക്ഷനിൽ നിന്ന് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീൻ്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും ഈ പെൻഡുലത്തിൻ്റെ മോഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ചേഞ്ച് വൈൽ നെഗറ്റീവ് ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് ദ സീക്വൻസ് ഓഫ് ചേഞ്ചസ് വൈൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എത്രത്തോളം ഈ പെൻഡുലത്തിന് മൂവ്മെൻറ്റ് ഉണ്ടോ അത്രത്തോളം തന്നെ മൂവ്മെൻറ്റ് പോസിറ്റീവ് ഡയറക്ഷനിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതും ഈ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഈ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയാണ്. ഇതുപോലെയുള്ള മെക്കാനിക്കൽ മോഷനോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടുള്ള വോൾട്ടേജോ കറണ്ടോ അതൊക്കെ ഈ മൂന്ന് ക്രൈറ്റീരിയ, ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അതൊരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. നമുക്ക് അടുത്തത് കുറച്ച് വേവ് ഫോംസ് നോക്കാം. ഈ വേവ് ഫോം എന്ന് പറയുന്നത് ഏതൊരു ക്വാണ്ടിറ്റീനെയും വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മളൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് വേവ് ഫോം എന്ന് പറയാം. നമുക്ക് അടുത്തത് വേവ് ഫോം നോക്കാം. ഈ എക്സാമ്പിളിൽ 4 വേവ് ഫോമാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വേവ് ഫോം ബ്ലൂ കളറിലുള്ളത് അതിന് പൾസേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ വേവ് ഫോമാണത്. ഈ പൾസേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു പൾസ് പോലെ അതിങ്ങനെ കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. പക്ഷെ അത് നെഗറ്റീവ് ഡയറക്ഷനിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ രണ്ടാമത്തേത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഡയറക്റ്റ് ക്വാണ്ടിറ്റീൻ്റെ വേവ് ഫോമാണ്. ആ ഡയറക്റ്റ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും, അതിൻ്റെ വാല്യൂ എല്ലാ ടൈമിലും ഒരേ വാല്യൂ തന്നെയാണുള്ളത്. മൂന്നാമത്തെ ക്വാണ്ടിറ്റി അതൊരു വേരിയബിൾ ക്വാണ്ടിറ്റിയാണ്. അത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്, പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതൊരു പൾസേറ്റിംഗ് പോലെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ഒന്നും ചെയ്തു വരുന്നില്ല. അതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലുള്ളതും നെഗറ്റീവ് ഡയറക്ഷനിലുള്ളതുമായിട്ടുള്ള വാല്യൂവും ഈക്വൽ അല്ല. അതിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഗ്രീൻ കളറിലുള്ളതാണ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീൻ്റെ വേവ് ഫോം. ഇനി ഈ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് 1 by 1 നോക്കാം. ഒന്നാമത്തേത് ആൾട്ടർനേറ്റിംഗ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. ഈ കേസിൽ കാണാം പോസിറ്റീവ് വൈ ആക്സിസിലേക്കും നെഗറ്റീവ് വൈ ആക്സിസിലേക്കും ആ വേവ് ഫോം പോകുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷനിൽ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് ഡെഫിനറ്റ് സീരീസ് ഓഫ് ചേഞ്ച് ഡെഫിനറ്റ് ഇൻ്റർവൽ ഓഫ് ടൈം. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഒരു ടൈം ഇൻ്റർവെല്ലിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് വരുന്നുണ്ട്. ഇനി അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകും. മൂന്നാമത്തേത് സീക്വൻസ് ഓഫ് ചേഞ്ച് വൈൽ നെഗറ്റീവ് ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് സീക്വൻസ് ഓഫ് ചേഞ്ച് വൈൽ പോസിറ്റീവ്. അതായത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എത്രത്തോളം പോയോ അത്രത്തോളം തന്നെയാണ് പോസിറ്റീവ് ഡയറക്ഷനിലേക്കും പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിൻ്റെ വേവ് ഫോം നോക്കാം. ഇതിൽ ഒന്നാമത്തെ ക്വാണ്ടിറ്റി, ഇതിൽ കാണിച്ചിരിക്കുന്ന 4 ക്വാണ്ടിറ്റീസും ആക്ച്വലി ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് തന്നെയാണ്. ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഈ 4 വേവ് ഫോമും മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ വേവ് ഫോം സിനുസോയിഡൽ വേവ് ആണ്. രണ്ടാമത്തെ പിന്നെയുള്ളത് ട്രയാങ്കുലർ ഷേപ്പിൽ ട്രയാങ്കുലർ വേവ്, സ്ക്വയർ ഷേപ്പിൽ സ്ക്വയർ വേവ്. പിന്നെ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് നമുക്ക് പറയാനാവില്ല, അതിന് കോംപ്ലക്സ് വേവ് എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒന്നിൽ കൂടുതൽ സൈൻ വേവ്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള സൈൻ വേവ് ആഡ് ചെയ്താൽ കിട്ടുന്ന ഒരു ടൈപ്പ് വേവ് ഫോം ആണ്. ഇനി നമുക്ക് നമ്മുടെ സിലബസിലുള്ള ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം, ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് പഠിക്കണം. മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിച്ചതിന് ശേഷം ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിലേക്ക് പോവാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഫിസിക്സിൽ പഠിച്ചതായിരിക്കും, എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വരാം ആ ടോപ്പിക്ക്. സോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് മെറ്റീരിയൽ വിത്തിൻ വിച്ച് ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസം ആക്ട്. അത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പുറത്തുള്ള റീജിയൻ, അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണോ എന്ന് അറിയാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അവിടെ ഒരു മെറ്റലിൻ്റെ ഒരു പീസ് വെച്ചാൽ അത് അട്രാക്ട് ആവുന്നുണ്ടോ, അതിലൊരു ഫോഴ്സ് എക്സേർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി.
അത് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. പിന്നെ അത് നോർമലി ഡിനോട്ട് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ഡിനോട്ട് ചെയ്യുക ബി, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വെച്ചാണ്. ഫിസിക്സിൽ നിങ്ങൾ എച്ച് എന്ന് പറഞ്ഞിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞാൽ വേറൊരു ടേം കൂടി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ നോർമലി യൂസ് ചെയ്യുന്നത് ബി ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. അത് ടെസ്ല എന്ന് പറയുന്നതും വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതും കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ പെർ ആംപിയർ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. നമ്മൾ നോർമലി ഈ കോഴ്സിൽ ടെസ്ല എന്നോ അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് ഉപയോഗിക്കുക. സോ ഇനി നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ ക്ലോസ് സർഫസ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് പോലെ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവൂ. അത് ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്ന് വെച്ചാണ്. ഫൈ എന്ന് അതിൻ്റെ യൂണിറ്റ് വെബർ ആണ് അല്ലെങ്കിൽ വോൾട്ട് സെക്കൻഡ് ആണ്. നമ്മൾ നോർമലി ഈ കോഴ്സിൽ വെബർ എന്നായിരിക്കും യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഇനി മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഫൈ ഈക്വൽ ടു ബി ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റയാണ്. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ സർഫസ്, ആൻഡ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയും മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി പിയും തമ്മിലുള്ള ആംഗിൾ ആണ് ഫൈ. നമുക്ക് ഈ ഒരു ഇത്രയും പറഞ്ഞിരിക്കുന്ന ഈ മാഗ്നറ്റിക് ഫ്ലക്സും മാഗ്നറ്റിക് ഫീൽഡിനെയും നമുക്കൊരു എക്സാമ്പിളിലൂടെ എങ്ങനെ സിമ്പിളായിട്ട് പറയാമെന്ന് നോക്കാം. നമുക്ക് ഒരു ഫാനിൻ്റെയും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിൻഡിൻ്റെയും എക്സാമ്പിൾ വെച്ച് ഫീൽഡ്, ഫ്ലക്സ് എന്ന രണ്ട് ടേമിനെയും എന്താണ് അതിൻ്റെ മീനിങ്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇവിടെ ഇതാണ് ഫാൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിൻഡ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നോർമലി ഒരു ഫാൻ എല്ലാ ഡയറക്ഷനിലും വിൻഡ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ വിൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് അസ്യൂം ചെയ്യുന്നു. ഇവിടെ ഈ ഫാനോട് തൊട്ടടുത്തായിരിക്കും വിൻഡിന് ഏറ്റവും കൂടുതൽ പവർ. ദൂരേക്ക് പോകുന്തോറും അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും. ഇനി നമുക്ക് ഫീൽഡ്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് ഓൾറെഡി നോക്കി. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയായിരുന്നു: എ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റിക് മെറ്റീരിയൽ വിത്തിൻ വിച്ച് ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസം ആക്ട്. ഇനി അത് ഈ വിൻഡിൻ്റെ നമ്മൾ ഈ ഒരു കേസിലേക്ക് കൊണ്ടുവന്നാൽ ഈ ഒരു ഫാനിന് ചുറ്റും ഒരു റീജിയണിൽ എവിടെയൊക്കെ ഈ ഫാനിന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തുകൊണ്ട് ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിൻഡ് കൊണ്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും റീജിയണെയാണ് മാഗ്നറ്റിക് വിൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഫാനിൻ്റെ വിൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൽ ഈ ഫാൻ, ഈ സോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന എഫക്റ്റ്, ഇപ്പോൾ ഈ കേസിൽ ഫോഴ്സിൻ്റെ ഒരു മെഷറാണ് ഈ ഫ്ലക്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഈ സർഫസിന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ തിക്നെസ് ഉണ്ട്. നമ്മൾ ഈ കേസിൽ ഒന്ന് അസ്യൂം ചെയ്യുക, ഈ സർഫസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0 ആണെന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ സർഫസ് ഇവിടെ വെച്ചു. ഇവിടെ വെക്കുമ്പോൾ ഈ സർഫസിൻ്റെ മുകളിൽ ഈ ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിൻഡ് കൊണ്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. നമ്മൾക്ക് എങ്ങനെയൊക്കെ ഈ ഫോഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ഈ ഫോഴ്സിനെ ഇവിടെ ഫോഴ്സിൻ്റെ മെഷറിനെ ഫൈ ഡബ്ല്യു എന്ന് വിളിക്കാം. അതായത് ഈ ഫൈ ഡബ്ല്യു ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫാൻ ഹൈ സ്പീഡിലുള്ള ഒരു ഫാൻ ഇവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫീൽഡ് ഇൻക്രീസ് ചെയ്താൽ, അതായത് ഡബ്ല്യു ഇൻക്രീസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വിൻഡിൻ്റെ ഫ്ലക്സ്, ഈ ഒരു സർഫസിൻ്റെ മുകളിലുള്ള ഈ വിൻഡിൻ്റെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ഈ സർഫസിന് പകരം ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി വലിയ ഏരിയ ഉള്ള ഒരു സർഫസ് ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്താലും വിൻഡിൻ്റെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും.
ഇനി വേറൊരു ടേം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വെച്ചപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ആയിരിക്കും എക്സേർട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ സെയിം സബ്സ്റ്റൻസ് സെയിം സർഫസ് തന്നെ ഇങ്ങനെ വെച്ചാൽ എത്രത്തോളം ഫോഴ്സ് അല്ലെങ്കിൽ എത്രത്തോളം ഫ്ലക്സ് ആയിരിക്കും ഈ സർഫസിൽ എക്സേർട്ട് ആവുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഇതിന് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഈ ഒരു ഫാനിൻ്റെ ഇവിടെ വെച്ചാൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല തിക്നെസ് ഒന്നും ഇല്ലെങ്കിൽ. ഡയറക്ഷൻ ഇങ്ങനെയോ ആണെങ്കിൽ, പിന്നീട് ഡയറക്ഷൻ ഇങ്ങനെയോ ആണ്, ഇതിന് തിക്നെസ്സും ഇല്ലെങ്കിൽ ഇതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത്, വിൻഡിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സേർട്ട് ചെയ്യുന്നത് മാക്സിമം ആയിരിക്കും, ഇപ്പോൾ എക്സേർട്ട് ചെയ്യുന്നത് മിനിമം ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇവിടെ നമ്മൾ ഏരിയ മാറ്റുന്നില്ല, പിന്നെ ഫീൽഡ് സെയിം സോഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സെയിം വിൻഡ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം സോഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ സർഫസ് ഏരിയയും ഈ ഫീൽഡ് ലൈൻസും തമ്മിലുള്ള ആംഗിളിനെയും ഈ വിൻഡിൻ്റെ ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫീൽഡും ഏരിയയും തമ്മിലുള്ള ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഈ കേസിൽ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാർക്കറിൻ്റെ ഡയറക്ഷനാണ്. ഈ കേസിൽ ഏരിയയുടെ ഡയറക്ഷൻ എയും ഫീൽഡ് ലൈൻസും ഒരേ ലൈനിലാണ്, അതായത് ഇത് തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അപ്പോൾ ഈ ആംഗിൾ 0 ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം ഫ്ലക്സ് കിട്ടിയത്. ഈ കേസിൽ ആംഗിൾ 90 ഡിഗ്രിയാണ്. ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ് മിനിമം കിട്ടുന്നത്. അപ്പോൾ ഇതിന് ഇടയ്ക്കുള്ള ഏത് പൊസിഷൻ എടുത്താലും ഒരു പെർട്ടിക്കുലർ ഫ്ലക്സ് വാല്യൂ ഉണ്ടാവും, പക്ഷെ അത് മാക്സിമത്തിനെക്കാട്ടിയും കുറവായിരിക്കും, 0-നെക്കാട്ടിയും കൂടുതലായിരിക്കും. അപ്പോൾ തീറ്റ 0 ഡിഗ്രി ആയപ്പോൾ ഫ്ലക്സ് മാക്സിമമായി, തീറ്റ 90 ഡിഗ്രി ആയപ്പോൾ ഫ്ലക്സ് മിനിമം അല്ലെങ്കിൽ 0 ആയി. ഫ്ലക്സ് 0 തന്നെ എഴുതാം, 0 ആയി. അപ്പോൾ ഈ ഒരു റിലേഷനും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു റിലേഷൻ 5W ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു W ഇൻറ്റു A, ഇതിൻ്റെ കൂടെ ഈ ഒരു കേസും കൂടി ആഡ് ചെയ്താൽ നമ്മൾ ഏത് ടേമും കൂടി ഇവിടെ കൊണ്ടുവരണം? നമ്മളിവിടെ കോസ് തീറ്റ എന്ന ടേമും കൂടി കൊണ്ടുവന്നാൽ മതി. സോ 5W വിൻഡ് ഫ്ലക്സ് ഈക്വൽ ടു wind field into area into cos theta, angle between wind field and area. ഈ സെയിം കൺസെപ്റ്റ് തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലേക്കും കൊണ്ടുവരാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B ഇൻറ്റു A ഏരിയ ഇൻറ്റു കോസ് തീറ്റ. ഇന്ന് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഒന്ന് സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിന് കുറച്ച് എക്സാമ്പിളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ജനറേഷനും അതിൻ്റെ ഇക്വേഷൻ ഡെറിവേഷനും ഇത്രയും കാര്യങ്ങൾ പഠിക്കാം.